എം.എസ്. വേണുഗോപാൽ, ഇതിപ്പോൾ ഈ മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സീറോ മലബാർ സഭ തന്ത്രപരമായ ഒരു നീക്കം നടത്തുകയാണ്. പക്ഷേ ഇവിടെ കാണേണ്ടത് ഈ BJP തുടർച്ചയായിട്ട് ക്രൈസ്തവ നയതന്ത്രവുമായി മുന്നോട്ട് വരുന്നു. ക്രൈസ്തവ സഭകളെ ഒപ്പം കൂട്ടാനും ക്രൈസ്തവ സഭാവിശ്വാസികളെ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യിക്കുവാനുള്ള ശ്രമങ്ങൾ കുറെ കാലമായി നടക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന ഒരു പതിവ് രീതി എന്നതിനപ്പുറം ഇത്തവണ കൂടുതൽ എന്തെങ്കിലും BJP പ്രതീക്ഷിക്കേണ്ടതുണ്ടോ സഭകളിൽ നിന്ന്? BJPക്ക് പല മണ്ഡലങ്ങളിലും നമുക്ക് മുമ്പ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പാർലമെൻറ്റിൽ മത്സരിച്ചപ്പോൾ തന്നെ അറിയാം, വെറും 16,000 ചില്ലുവാനം വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. 10 ലക്ഷത്തോളം വോട്ടുള്ള സ്ഥലത്ത് 16,000 വോട്ടിന് അദ്ദേഹം 4ാം തവണയും മത്സരിക്കുന്ന ശശി തരൂരിനോട് പരാജയപ്പെടുകയാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, കോസ്റ്റൽ ബെൽറ്റിലെ ന്യൂനപക്ഷ വോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകൾ, ലാറ്റിൻ ക്രിസ്ത്യൻ വോട്ടുകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വെറും 8,000 ചില്ലുവാനം വോട്ട് ഇപ്പുറത്ത് വന്നാൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് പല മണ്ഡലങ്ങളിലുണ്ട്. ഇപ്പോൾ ചെങ്ങന്നൂർ എടുത്താൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള മണ്ഡലങ്ങൾ നോക്കിയാൽ അറിയാലോ, കോട്ടയം ഏതാണ്ട് 40-45% അടുപ്പിച്ച് ക്രിസ്ത്യാനികളുള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇടുക്കി, പിന്നെ പത്തനംതിട്ട, എറണാകുളം, തൃശ്ശൂർ, ഈ മണ്ഡലങ്ങളിലെല്ലാം 30% മുകളിൽ 40% വരെ വോട്ട് ക്രിസ്ത്യൻ വോട്ടുകളുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് അവർ പല മണ്ഡലങ്ങളിലും കപ്പിനും ചുണ്ടിനും ഇടയിലാണ് പരാജയപ്പെടുന്നത്. ഇപ്പോൾ 40 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ അവർ എ ക്ലാസ് മണ്ഡലങ്ങളായിട്ട് കണ്ടിരിക്കുന്നതിൽ ഒരു പകുതി 20 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് 40,000 അടുപ്പിച്ച് വോട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ 40,000 വോട്ടുകൾ കൊണ്ട് മാത്രം നല്ലൊരു കാൻഡിഡേറ്റ് ഉണ്ടെങ്കിലും ചിലപ്പം അവിടെ വിജയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിന് ചിലപ്പോൾ മുഴുവൻ ക്രിസ്ത്യാനികളുടെ വോട്ടല്ല, ഒരു കുറച്ച് പെർസെൻറ്റേജ്, ഒരു 5,000 വോട്ട് ഒക്കെ കിട്ടിയാൽ പോലും അത് വലിയ ഒരു മാറ്റം BJPക്ക് ഉണ്ടാക്കും. അവർക്ക് ചിലപ്പോൾ കിട്ടാനുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ ഇരട്ടിയാക്കാൻ വരെ കഴിയുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അവർ. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ദീർഘകാലത്തെ ഒരു പദ്ധതി എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ സംസ്ഥാനത്തൊരു ഭരണവിരുദ്ധ വികാരം ഉള്ള സമയത്ത് UDFന് അനുകൂലമായിട്ട് മൈനോറിറ്റീസ്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മൈനോറിറ്റീസ് ചിന്തിക്കുന്നു എന്നൊരു കാര്യം ഉരുത്തിരിഞ്ഞ് വന്നു കഴിഞ്ഞു, അങ്ങനെ ഒരു വിലയിരുത്തൽ വന്നു കഴിഞ്ഞു. ആ സമയത്ത് ഇനി BJPക്ക് വോട്ട് ചെയ്ത് വെറുതെ ഈ ഭരണവിരുദ്ധ വികാരത്തെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് കളയണോ എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങൾക്കുണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക്. അതുകൊണ്ട് സഭകൾ ഇത്തവണ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുവാൻ ഉള്ള സാധ്യതയില്ല. അവരങ്ങനെ ഒരു ആഹ്വാനം നടത്തുവാനുള്ള സാധ്യത